ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഇവിടെ നമ്മുടെ വിശ്വാസങ്ങൾ, പ്രോസിക്യൂഷൻ, അതിലെ വിജയപരാജയങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഒരു റേപ്പ് കേസിൽ ആത്യന്തികമായി നീതി കിട്ടേണ്ടത് ആർക്കാണ്? അതിൻ്റെ വിക്ടിമിനാണല്ലേ. ആ വിക്ടിം പറയുന്നു, നിരന്തരമായ വേദനകൾക്കും കണ്ണീരിനും കടുത്ത മാനസിക സംഘർഷങ്ങൾക്കും ഒടുവിൽ ഞാനിപ്പോൾ തിരിച്ചറിയുന്നു, നിയമത്തിന്റെ മുന്നിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരല്ല. നോക്കൂ ശ്രീമതി ഭാഗ്യലക്ഷ്മി, എന്തോ ഒരു കൊടിയ ക്രെഡിബിലിറ്റി ക്രാഷാണ്. ഹാഷ്മി പറഞ്ഞല്ലോ, തുടക്കത്തിൽ പറഞ്ഞതുപോലെ അവൾ ആ കാറിനുള്ളിൽ അനുഭവിച്ചത് കേട്ടവർക്കാർക്കും സഹിക്കാൻ പറ്റില്ല. ഈ കേൾക്കാതെ അവർ പറയുന്നത് മാത്രം കേട്ടുകൊണ്ട് പ്രതികരിക്കുമ്പോഴാണ് അനീതിയോടൊപ്പം അവർ സഞ്ചരിക്കുന്നത് നമുക്ക് തോന്നിപ്പോകുന്നത്. അവളുടെ വായിൽ നിന്ന് അവൾ ആ അനുഭവിച്ചത് മുഴുവനും ഞാൻ കേട്ടതാണ്. അന്ന് വളരെ വ്യക്തമായിട്ട് അയാൾ ഗൂഢാലോചനയാണ് എന്ന് അയാൾ തന്നെ, ഇത് കൊട്ടേഷനാണെന്ന് അയാൾ ഓപ്പണായിട്ട് ആ പെൺകുട്ടിയോട് പറഞ്ഞതുമാണ്. ഇപ്പം വിധിയിൽ ഈ പറയുന്ന പോലെ കൊട്ടേഷൻ തെളിയിക്കാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ ആരാണ് കൊട്ടേഷൻ കൊടുത്തത്, അത് പുനരന്വേഷണം വേണം എന്ന് പറയാനും കൂടെ നമ്മുടെ നിയമ സംവിധാനത്തിന് ഒരു ബാധ്യതയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എന്തുകൊണ്ടാണ് അത് പറയാതെ തന്നെ ഈ വിധി മുഴുവനും അവസാനിപ്പിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. കൊട്ടേഷൻ ഉണ്ട്, പക്ഷേ അത് തെളിയിക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത്. കൊട്ടേഷൻ ഉണ്ടെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കൂ എന്ന് പോലീസിനോട് പറയേണ്ടത്. അത് വീണ്ടും വേണമെങ്കിൽ വീണ്ടും പുനരന്വേഷണം വേണം, വീണ്ടും ട്രയൽ വേണം, ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കുക തന്നെ വേണം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇനി ആരൊക്കെ എന്തൊക്കെ രീതിയിൽ അവളെ തളർത്താൻ ശ്രമിച്ചാലും അവൾ തളർന്നിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് അവൾ എഴുതിയിരിക്കുന്ന ഈ വാചകം. നിയമത്തിന് മുൻപിൽ എല്ലാവരും തുല്യരല്ല എന്ന് ബോധ്യപ്പെട്ട ആ ദിവസങ്ങൾ, അത് എത്രയോ നാളുകൾക്ക് മുൻപേ അവൾക്ക് ബോധ്യപ്പെട്ടു. ഈ ബാലേന്ദ്രകുമാർ ആകട്ടെ അല്ലെങ്കിൽ അതിജീവിതയാകട്ടെ, ആ കോടതിയുടെ മുൻപിൽ പോയിരുന്ന ഓരോരുത്തരും, അതായത് അവൾക്ക് വേണ്ടി സംസാരിച്ച എല്ലാവരും പറഞ്ഞ ഏക വാചകം തന്നെയാണിത്: ഒരിക്കലും നീതി കിട്ടില്ല എന്ന് തന്നെ. അത് തന്നെയാണ് സംഭവിച്ചത്. അവൾക്ക് അത്ഭുതമില്ല എന്ന് അവൾ പറയുന്നുണ്ടല്ലോ. അന്ന് 8-ാം തീയതി അവളോടൊപ്പം നിൽക്കുമ്പോൾ ഞങ്ങൾ മുഴുവനും ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. യാതൊരു അത്ഭുതവും ഇന്ന് സംഭവിക്കാൻ പോകുന്നില്ല. വേദനയുണ്ട് അവൾക്ക്, പക്ഷെ അവളുടെ പോരാട്ടം ഇവിടെ തീരുന്നില്ല. ഇനിയും ശക്തമായി തന്നെ പോരാടും. അതിന് അവൾക്കൊരു പരിധി വരെ ഏറ്റവും അധികം ശക്തി കൊടുക്കുന്നത് നിങ്ങളെപ്പോലെയുള്ള മാധ്യമങ്ങളും ഇവിടെയുള്ള പൊതുസമൂഹവുമാണ്. അതാണ് അവളെ ഏറ്റവും അധികം കുറെ കൂടെ ഞാൻ പോരാടണം, ഞാൻ തളരാൻ പാടില്ല, ഞാൻ തളർന്നാൽ ഇവിടെയുള്ള പല പെൺകുട്ടികളും തളരും, ഞാൻ ഈ പോരാടുന്നത് എനിക്ക് സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു, ഞാൻ അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചു കഴിഞ്ഞു. പക്ഷേ നാളെ അവൾക്കെതിരെ വന്ന് സംസാരിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കണം, നിങ്ങളുടെ പെങ്ങളെ, നിങ്ങളുടെ ഭാര്യയെ, നിങ്ങളുടെ കുടുംബത്തിലെ സ്ത്രീകളെ, അവർക്കൊക്കെ വേണ്ടിയാണ് അവളിപ്പോൾ പോരാടിക്കൊണ്ടിരിക്കുന്നത്, അവൾക്ക് വേണ്ടിയല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.